ഇവിടെ എന്താ പോലീസ് ആൾക്കൂട്ടൊന്നും കാണാത്തത്? ഡെഡ് ബോഡി കൊണ്ടുപോയോ? എങ്ങനെ? അതോ ആരെ അറിയിച്ചില്ലേ? എന്തോന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെല്ലാ വസ്തുതകളും വിശദമായി അറിയണം. ആ യുവമിഥുനങ്ങൾ എപ്പോഴാണ് മുറിയെടുത്തത്? അവർ എവിടെ നിന്ന് വന്നു? എത്ര മണിക്കാണ് അവർ കൊല ചെയ്യപ്പെട്ടത്? ഇയാൾ ആരാ? ഏത് യുവമിഥുനം? എന്ത് കൊല? അത് ശരി, സംഭവം മൂടിവെക്കാനുള്ള ശ്രമമാണല്ലേ? മിസ്റ്റർ, ഈ ശിവശങ്കർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെ മൂടി വെച്ചാലും ആ മൂടി ഞാൻ തുറക്കും. സത്യത്തിന്റെ ഭീകരമായ മുഖം ഞാൻ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കും. റൂം നമ്പർ 256 തുറക്കണം. മിസ്റ്റർ, ഭ്രാന്തുണ്ടെങ്കിൽ ചികിത്സിക്കണം. കളിക്കാൻ പുറത്തു പോ. ഇരട്ടക്കൊല നടന്ന് 256 തുറന്നില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിൽ വിളിക്കും. ഇവിടെ 256 മുറി ഇല്ല, മനസ്സിലായോ? നാരായണ, നാരായണ. നാരായണനാണോ കൊലപാതകി? ഓ, അവനുടനെ ഒരു കൊലപാതകയായി മാറാനിടയുണ്ട്. ആരെയാണോ കാലത്തെ കൊല ചെയ്യുന്നത്? ഈ ലോഡ്ജിൽ ഒരു ഇരട്ടക്കൊല നടന്നിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഓഹോ, അത് ഇയാളെങ്ങനെ അറിഞ്ഞു? ആ, അല്ല, ഇത്ര കൃത്യമായിട്ട് പറയാൻ സാറാണോ കൊന്നത്? നാരായണൻ വരുമ്പോ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. എന്നെ പറ്റി കേട്ടിട്ടില്ലേ? ശിവശങ്കർ കേരളഭൂമി പത്രത്തിലെ കേട്ടിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്? തീരെ കേട്ടിട്ടില്ല. എന്നാ ഇനി എപ്പോഴെങ്കിലും കേൾക്കുമ്പോ മറക്കാതിരുന്നാ മതി. ശിവശങ്കർ കേരളഭൂമി. അല്ല, ഇവിടെ കൊല നടന്ന ആരാ സാറിനോട് പറഞ്ഞേ? കൊല നടന്നോ ഇല്ലയോ? സാറേ, ഇന്ന് ഏപ്രിൽ 1. സാറിനെ ആരോ ഫൂളാക്കിയിരിക്കുക. നോ. യെസ്. സാർ എന്നെ വിളിച്ചോ? ഓ, ഇയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനായിരുന്നു. ഇനി അത് വേണ്ട. പുള്ളിക്കാരൻ പാവോ ഒരു ഏപ്രിൽ ഫൂളാ.